ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം നമ്മുടെ സ്റ്റാമിന എങ്ങനെ വർദ്ധിപ്പിക്കും, അതായത് നമ്മുടെ പവർ, നമ്മുടെ ശരീരത്തിൻ്റെ പവർ, എനർജി ലെവല് എങ്ങനെ വർദ്ധിപ്പിക്കാം. ഇപ്പോഴും ഈ സ്റ്റാമിന എന്നൊരു വാക്ക് മനസ്സിലാത്ത ആളുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ഫുട്ബോൾ കളി കാണാൻ പോവാം. ഫുട്ബോൾ കളി കാണുമ്പോൾ ചില കളിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തലങ്ങും വിലങ്ങും ഓടിയാലും എത്ര ക്ഷീണം വരാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അതായത് അങ്ങനത്തെ ആളുകൾ നല്ല സ്റ്റാമിന കൂടുതലാണ്. എന്നാൽ നമുക്ക് തീരെ ഓടാത്ത ആളുകൾ നമ്മൾ ഇറങ്ങിയിട്ട് കളിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഒന്നോ രണ്ടോ റൗണ്ട് ഗ്രൗണ്ട് ഓടുമ്പോൾ നമ്മൾ കുഴങ്ങിപ്പോകും, അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടും. അതായത് നമുക്ക് സ്റ്റാമിന കുറവാണ്. ഇപ്പോൾ സ്റ്റാമിനൻ്റെ ആശയം മനസ്സിലായിട്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു കൈക്കോട്ട് കൊത്തുന്ന തൊഴിലാളി കൂലിക്ക് വിളിക്കാം. അവർ രാവിലെ 8:30 മുതൽ 5:30 വരെ ആ കൈക്കോട്ട് കൊത്തിക്കൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ ആ കൈക്കോട്ട് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊത്തുകയാണെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിച്ച് വയർത്ത് പോകും. അതായത് നമുക്ക് സ്റ്റാമിന കുറവാണ്. ഇപ്പം സ്റ്റാമിന എന്തെങ്കിലും ആശയം മനസ്സിലായി. സ്റ്റാമിന എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ പവർ, ആ എനർജി ലെവൽ, തുടർച്ചയായിട്ടുള്ള എനർജി വരുന്ന രീതിയിൽ സ്റ്റാമിന എന്ന് പറയാം. പക്ഷെ ഒന്നുണ്ട്, ഈ സ്റ്റാമിന എന്നുള്ള സംഭവം ഏത് വ്യക്തികൾക്കും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബൈ പ്രാക്ടീസിലൂടെ. ഇപ്പോൾ നമുക്ക് തീരെ സ്റ്റാമിന ഇല്ല, നമ്മൾ ക്ഷീണം പിടിച്ചിട്ട് അവസ്ഥ വിചാരിച്ചോ, നമ്മളൊരു നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ, നല്ല പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് നമ്മുടെ സ്റ്റാമിന റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റാമിന എങ്ങനെ വർദ്ധിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റാമിന നമുക്ക് ഏത് മോശപ്പെട്ട ബോഡിയിലും ബൈ പ്രാക്ടീസിലൂടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട പ്രധാന കാര്യം എക്സസൈസ് ചെയ്യുക. കാരണം നമ്മളൊക്കെ തിരക്കിട്ട പല ജോലികളിലാണ്, തിരക്കിട്ട പല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ബോഡീൻ്റെ സ്റ്റാമിന അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ എനർജി ലെവൽ വർദ്ധിക്കും. രണ്ടാമതാണ് ഈ എക്സസൈസുമായി ബന്ധപ്പെട്ടത് നമ്മൾ ആളുകൾ കാണപ്പെടുന്ന ഒരു അബദ്ധം. ഇപ്പോൾ രാവിലെ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ നടക്കുന്നുണ്ടാവും. അത് അവർ വിചാരിക്കുന്ന ഒരു എക്സസൈസ് ആണെന്ന്. പക്ഷേ ഈ നടത്തം ഒരു എക്സസൈസ് അല്ല. രാവിലെ ചില ആൾക്കാർ 5-6 കിലോമീറ്റർ സാവധാനങ്ങൾ നടക്കുന്നുണ്ടാവും. നടത്തം ഒരു എക്സസൈസ് അല്ല. എക്സസൈസ് പറഞ്ഞാൽ നമ്മൾ ഓടണം, അല്ലെങ്കിൽ കൈയും നല്ല വീശി ഒന്ന് ഫാസ്റ്റായിട്ട് നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ മറ്റൊരു പോയിന്റാണ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ രാവിലെ ഒന്ന് ഓടുക, അല്ലെങ്കിൽ നല്ല ഫാസ്റ്റ് നല്ല വിയർക്കുന്ന രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക. മറ്റൊന്നും ചെയ്യണം, നമ്മളെ ഭക്ഷണക്രമം ഒന്ന് നിയന്ത്രിക്കുക. അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്ന് നിയന്ത്രിച്ചിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുട്ട, ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ഇറച്ചി, മീനൊക്കെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഷുഗർ ഘട്ടം ഘട്ടമായി ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. ഈ ഷുഗറും കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ നമ്മുടെ ബോഡീൻ്റെ എന്ത് ചെയ്യും, ആ എനർജി ലെവൽ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. മറ്റു പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്, മീൻസ് വെള്ളം നല്ലവണ്ണം കുടിക്കുക. ഒരു ദിവസം ഒരു 2.5 മുതൽ 3 ലിറ്റർ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം നമ്മുടെ ടോട്ടൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ്. അതുപോലെ തന്നെ കിഡ്നീൻ്റെ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ്. മറ്റേ നമ്മുടെ ബോഡിയൊക്കെ ചൂടായി കഴിഞ്ഞാൽ വിയർക്കും. ഈ വിയർക്കിൻ്റെ പ്രവർത്തനത്തിലൊക്കെ എന്താണ് വെള്ളം എത്രത്തോളം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതോ നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റ് മാലിന്യങ്ങൾ പുറന്തള്ളാനും നിങ്ങളുടെ ശരീരം നല്ല എനർജി വർദ്ധിക്കാനും സ്റ്റാമിന കൂടാനും സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഉറക്കം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറ്, ഒരു ദിവസം ഒരു 7 മണിക്കൂറെങ്കിലും കൺസിസ്റ്റൻ്റായി ഉറങ്ങിയിരിക്കണം. നല്ല ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് ഉറങ്ങിയിരിക്കണം. കാരണം നമ്മൾ ഈ പല ജോലികൾ നമ്മൾ ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയർ വർക്കുകൾ ഉണ്ടായിരിക്കാം. ശരീരത്തിൽ കുറേ മസിൽസ് ബ്രേക്കുകൾ സംഭവിച്ചിരിക്കാം. ശരീരത്തിലെ കോശങ്ങളിൽ കുറേ റിപ്പയർ ഈ നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ റിപ്പയർ വർക്കുകൾ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ കുറേ ഓട്ടിക്കഴിഞ്ഞാൽ റിപ്പയർ വർക്ക് നടത്തും, വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട്. ഇതങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഒരുപാട് ജോലി ചെയ്താലും പല പ്രശ്നങ്ങളും ശരീരത്തിലുണ്ടെങ്കിൽ പോലും നമ്മളൊരു 7-8 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയം ശരീരം നല്ല രീതിയിൽ റിപ്പയർ വർക്കുകൾ എടുക്കാനും നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കാനും സാധ്യത കൂടുതലാണ്. നമ്മൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട മറ്റൊരു പ്രാക്ടീസാണ് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് വളരെ സിമ്പിളാണ്. ഞാൻ ചെയ്യുന്ന അതായത് ഓക്സിജൻ നല്ലോണം വലിച്ചെടുക്കുക. ഇതിന് 4-5 സെക്കൻഡ് പിടിച്ചു വെക്കുക, എന്നിട്ട് റിലീസ് ചെയ്ത് നോക്കുക. 3-4 സെക്കൻഡ് പിടിച്ചു വെക്കുക, റിലീസ് ചെയ്യുക. ഇതാണ് ബ്രീത്തിങ് എക്സസൈസ്. സിമ്പിളാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു 5 മിനിറ്റ് ചെയ്യുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഒരു 5 മിനിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഓക്സിജൻ്റെ അളവ് കൂടാനും നമ്മുടെ എനർജി ലെവൽ, ഒരു ശരീരത്തിന് ഒരു പവർ കൂടാൻ സാധ്യത കൂടുതലാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഞാൻ നേരത്തെ പറഞ്ഞ അവോയ്ഡ് ഷുഗർ, മൈദ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡുകൾ. അതായത് നമ്മളെ ശരീരത്തിലെ ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് പഞ്ചസാര.
പഞ്ചസാര ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പഞ്ചസാര ഘട്ടം ഘട്ടം ഒരു ഒഴിവാക്കേണ്ടതുണ്ട്. പഞ്ചസാര ഒഴിവാക്കുന്ന പഞ്ചസാര മാത്രമല്ല, മധുരം അടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും, ബേക്കറി വസ്തുക്കൾ, പിന്നെ ടിന്നിലടച്ച ഫുഡുകൾ, അതുപോലെ ടിന്നിലടച്ച ജ്യൂസുകൾ, കൊക്കക്കോള, പെപ്സി പോലെ അതൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ അത് മാറ്റി നിർത്തുക. അപ്പോൾ മാസത്തിലൊരു ഒരു 7 അപ്പ് കുടിച്ചൊന്നും അപകടമൊന്നും വരാനില്ല. പക്ഷേ ആഴ്ചയിൽ എന്ത് ചെയ്യുക 3-4 തവണ കുടിക്കുന്ന അത്ര രീതിയിൽ മാറ്റിക്കൾ എന്ത് ചെയ്യുക. അപ്പോൾ ഈ ഷുഗർ കണ്ടന്റ് ഒഴിവാക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്, അത് അരി, ഗോതമ്പ് തന്നെ ഭക്ഷണത്തിൻ്റെ അളവൊന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്ട്രെച്ച് യുവർ ബോഡി. സ്ട്രെച്ച് ഒരു എക്സസൈസ് ആണ്. ശരീരത്തിന് നല്ല നമ്മൾ ഈ സ്ട്രെച്ചിന് പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് യോഗ. ഈ ഫിറ്റ്നസിൻ്റെ എക്സസൈസും യോഗൻ്റെ എക്സസൈസും ഒരു മാറ്റം. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരഭാരം എന്ത് ചെയ്യുക കുറയാൽ മസിൽ ബലപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യോഗയാണെങ്കിൽ സ്ട്രെച്ചിങ്, കയ്യും കാലൊക്കെ ഏത് ഭാഗത്തും വളക്കാനും ഒടിക്കാനും അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുക എക്സസൈസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ വേണ്ടത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. കാരണം വിറ്റാമിൻ ഡി, നമുക്ക് വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്കത് വെയിലിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും നല്ലത് രാവിലെ ഇളം വെയിൽ ഒരു 10 മിനിറ്റ് കൊള്ളാം. അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ പോക്ക് വെയിൽ, ഈ രണ്ടിലെ വെയിൽ ഒരു ദിവസം നല്ല രീതിയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മളെ വിറ്റാമിൻ ഡിൻ്റെ ഷോർട്ടേജ് വരാൻ നമുക്ക് സാധ്യത കുറവാണ്. ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും വിറ്റാമിൻ ഡി വെയിൽ കൊള്ളാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, അവർ ഡോക്ടറെ കണ്ടിട്ട് വിറ്റാമിൻ ഡിൻ്റെ ഗുളികകൾ അവർ ഡോക്ടർ നിർദ്ദേശാനുസരണം കുടിക്കുന്നതിൽ കുഴപ്പം ഒന്നും ഇല്ല. പിന്നെ മറ്റൊന്നാണ് ഈ മെൻ്റലി സ്ട്രെസ്, ടെൻഷൻ, പ്രഷറുള്ള ജോലി ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ബാങ്കിങ് ജോലികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ജോലികൾ, അവിടെയൊക്കെ മാസത്തിൽ ടാർഗറ്റ് തേക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ജോലികൾ, ഇങ്ങനത്തെ പ്രയാസപ്പെടുന്ന ജോലികൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സ് എത്രത്തോളം ടെൻഷൻ ആകുന്ന അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെസ്സിലാകുന്ന നിയന്ത്രിക്കേണ്ടതുണ്ട്. കൂടുതൽ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത്ര കൂടുതൽ സ്ട്രെസ്സിലെ ജോലിയിൽ നിന്ന് മാറിയിരിക്കുക. അല്ലെങ്കിൽ ഈ സ്ട്രെസ്സിലെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ബോഡിയിൽ ഏറ്റവും സ്ട്രെസ് ടെൻഷൻ കൂടുതൽ അല്ലെങ്കിൽ അസ്വസ്ഥ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടം നമ്മുടെ ബോഡി വീക്ക് ആകാനും ബോഡീൻ്റെ ആ പവർ എനർജി നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ആൽക്കഹോളിൻ്റെ സ്മോക്കിംഗ് ഒന്ന് നിയന്ത്രിക്കുക. ചില ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വെള്ളം അടിക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആൽക്കഹോൾ അത്ര നല്ലത് കാര്യം അല്ല. ആൽക്കഹോൾ എന്ത് ചെയ്യുക നിയന്ത്രിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് തന്നെ ലേഡീസും ചെയ്യുന്നുണ്ട്, ജെൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ഏറ്റവും നല്ല ഒഴിവാക്കണം നല്ലത്. പിന്നെ നമ്മുടെ സ്റ്റാമിനയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വൈകുന്നേരങ്ങളിൽ രാത്രിയിലെ വൈകിയുള്ള ഓവർ ഫുഡിങ്. കാരണം നമ്മുടെ നാടുകളിലെ ഏറ്റവും ഒരു ശീലമാണ്, ഒരുപാട് തട്ടുകടകളും ഒരുപാട് പുതിയ ഹോട്ടലുകളും തുടങ്ങിയിട്ടുണ്ട്. കുടുംബസമേത രാത്രി വൈകിട്ട് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് ഹെവി ആയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഉടനെ കടന്നുറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ വൈകി കഴിക്കുന്ന ഫുഡുകളും അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡുകൾ ദഹിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്ന ഈ പ്രവണതയും നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റാമിനയെ, ശരീരത്തിൻ്റെ പവർ നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഒരിക്കലും നമ്മുടെ സംസ്കാരം നമുക്ക് 100% മാറി നിൽക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ പോകുന്നതിൽ തെറ്റില്ല. അല്ലാതെ മിക്ക കുടുംബങ്ങളും ഒന്നിടവിട്ട ദിവസങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന അത്ര ഒരു ശീലം നമ്മുടെ നാടുകൾ ക്രമേണ കൂടുതൽ കാണുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ നമ്മുടെ ശരീരത്തെ ഡാമേജ് വരുത്താൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് നമ്മളെ വീടുകളിൽ വെറുതെ ഇരിക്കുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. വെറുതെ ഇരിക്കുക. അങ്ങനത്തെ ഈ ഇരിക്കൽ നമ്മളൊരു ദിവസം തന്നെ ഒരു വെറുതെ 3-4 മണിക്കൂർ വെറുതെ ഇരിക്കുന്ന ബിഹേവിയർ നമ്മുടെ ശരീരത്തെ ഡാമേജ് വരുത്തും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിപ്പണികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീടുകളിൽ എന്തെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള ഒരു ഹോബിയിൽ നമ്മളെപ്പോഴും എൻഗേജ് ചെയ്യുക. ഈ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒന്ന് കേട്ടോ, വെറുതെ ഇരിക്കണം. വെറുതെ 2-3 മണിക്കൂർ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടം നിങ്ങളെ ശരീരം ഡാമേജിലേക്ക് വരും. നിങ്ങളുടെ കോശങ്ങൾ നശിക്കും, നിങ്ങളുടെ മസിൽസൊക്കെ ഭയങ്കര ടൈറ്റ് ആവും, നിങ്ങൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന ബിഹേവിയർ മാറ്റുക. എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യുക. ഗാർഡനിങ്ങിലോ കൃഷിപ്പണിയിലോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മക്കളെ പഠന കാര്യങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ചില കാര്യങ്ങളിൽ ഇടപെടുക ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ഫിറ്റ്നസ്, അതായത് എക്സസൈസിൻ്റെ കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ എത്രയോ പണം നമ്മൾ ചിലവഴിക്കുന്ന വീടിന്, വാഹനത്തിന്, മൊബൈലിന്, മറ്റു ഇലക്ട്രോണിക് വസ്തുക്കൾക്ക്, ഡ്രസ്സിന് ഒരുപാട് കാശ് നമ്മൾ ചിലവാകും. പക്ഷെ നമ്മൾ ഹെൽത്തിനെ എപ്പോഴും നോക്കേണ്ടതിന് നമുക്ക് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ ജോയിൻ ചെയ്യുക. കാരണം ഇന്ന് ഈ ആധുനിക കാലഘട്ടം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കാൻ പറ്റും. ലോകത്തിൻ്റെ എവിടെ നിന്നും ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലതൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൽ പ്രത്യേക യാതൊരു പ്രയാസം നേരിടേണ്ടതില്ല. നമ്മൾ ഒരുപാട് പണം നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് വേണ്ടി. ഞാൻ എന്നും പറയാറുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി അത് നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഇത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എക്സസൈസിൻ്റെ കാര്യങ്ങൾ പഠന കാര്യങ്ങളിലേക്ക് നമ്മൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്.
പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചെയ്യേണ്ടതാണ്, നമ്മൾ ഈ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതുണ്ട്. അത് ഉദാഹരണം പറയാം, നമ്മൾ വീട്ടിൽ ഒരു കാറോ ബൈക്കോ കൊണ്ട് വിചാരിക്കുക. നമ്മൾ ഈ കാറാണെങ്കിൽ ബൈക്കാണെങ്കിൽ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി നടക്കും. അതിന് എഞ്ചിൻ ഓയിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യും. ഒരു മിക്ക വർഷങ്ങൾ അതിന് എഞ്ചിൻ ഓയിൽ മാറ്റും. പല റിപ്പയർ വർക്ക് നടത്താറുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇത് 30, 40, 50 വർഷങ്ങൾ ജീവിച്ചല്ലോ, നിങ്ങൾ എന്നെങ്കിലും നിങ്ങളെ ഒരു വോൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ? വോൾ ബോഡി ചെക്കപ്പ് നടത്തേണ്ടതിന് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഡാമേജാണ് വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു പ്രയാസമാണ്. കാരണം ഈ വോൾ ബോഡി ചെക്കപ്പ് നടത്തും വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 5,000, 10,000 ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സാധാരണ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എഴുതി തരുന്ന ഒരു 1,000 രൂപയിൽ താഴെയുള്ള അത്യാവശ്യം ഒരു ടെസ്റ്റ് നടത്തുന്നത് അറിയാൻ പറ്റും. ഇതൊന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, ഷുഗർ ചെക്ക് ചെയ്യുക, പിന്നെ എന്താ ചെയ്യുക, ഈ ലിപ്പിഡ് പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഹാർട്ട് അറ്റാക്കിൻ്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യുക, കിഡ്നി ഫെയിലുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇങ്ങനത്തെ ചെറിയ ചിലവിലുള്ള ഇതെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും കഴിയുന്നത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനമായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടതുണ്ട്, നല്ല പവർഫുൾ ജീവിക്കേണ്ടതുണ്ട്. നമുക്ക് സ്റ്റാമിന എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ നിർബന്ധമായിട്ടും ഒരു ദിവസം 1/2 മണിക്കൂർ നല്ല പവർഫുള്ളായിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറേണ്ടത് ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ പാർട്ട്ണർക്ക് ആണെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ക്ഷീണം അനുഭവപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം വീഡിയോകൾ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.